മല പോലെ വന്ന് എലി പോലെ ആയിപ്പോയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. നാട്ടുകാരുടെ പൈസ ഏകദേശം 1 കോടി രൂപ ഖജനാവെന്ന് എടുത്തിട്ട് സിനിമാക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ റിപ്പോർട്ടേ. ആ റിപ്പോർട്ട് എവിടെ? വെള്ളത്തിൽ വരച്ച വാരയോ? അതോ വായുവിലങ്ങോട്ട് അലിഞ്ഞ് ചേർന്ന് പോയോ? ഒന്നും കേൾക്കാനും കാണാനും ഇല്ല. ഒരിടയ്ക്ക് ന്യൂസിൽ ഭയങ്കര പൊട്ടിത്തെറിയായിരുന്നു. പിന്നെ കുറേ ഫേക്ക് കേസുകളൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ ക്രെഡിബിലിറ്റി അത് പൊട്ടി തകർന്നില്ലാതായിപ്പോയി. ഇന്ന് ഞാനൊരു കേസ് കണ്ടു. നടിമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ലഹരി കൊണ്ടുവന്ന് കൈമാറ്റത്തിന് ശ്രമിക്കുന്ന ടൈമിൽ ആളെ പിടിച്ച്. മലപ്പുറം വാഴക്കാട് പിടികൂടിയ MDMA എത്തിച്ചത് ഒമാനിൽ നിന്നെന്ന് പ്രതി ഷബീബിന്റെ മൊഴി. കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് ലഹരി കടത്തിയത്. സിനിമാ നടിമാർക്ക് നൽകാനായാണ് വാഴക്കാട് കാത്തുനിന്നതെന്നും ഇയാൾ മൊഴി നൽകി. സിനിമാ നടിമാർ ആരാണ്? ഈ സിനിമാ നടിമാർ, ഈ സിനിമാ നടിമാരെ കുറിച്ച് ആരെങ്കിലും വല്ല ഇൻഫർമേഷനും ഉണ്ടോ? ഇവരെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയുമോ? ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പോയിന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഗ്രോസ് ഇൻഡിസിപ്ലിൻ ഇൻ സിനിമ, കൺസെപ്ഷൻ ഓഫ് ആൽക്കഹോൾ, യൂസ് ഓഫ് ഡ്രഗ്സ്, ഡിസോർഡർലി കണ്ടക്ട്, മിസ്ബിഹേവിയർ അറ്റ് വർക്ക് പ്ലേസ്. അതായത് സിനിമയിലെ കൂടി വരുന്ന ലഹരി ഉപയോഗത്തിനെ കുറിച്ച് കൃത്യമായ ഇൻഫർമേഷൻസ് ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. സിനിമയിൽ ആണുങ്ങളുടെ ലഹരി ഉപയോഗം, സിനിമയിലെ നടന്മാരുടെ ലഹരി ഉപയോഗം, പല കാര്യങ്ങളും അങ്ങനെയാണ്. സൊസൈറ്റിയിൽ ആണുങ്ങളെ അങ്ങോട്ട് മുന്നിലെടുത്ത് വെക്കും, സ്ത്രീകൾ അയ്യോ പാവം അയ്യോ ഒന്നും അറിയില്ല, പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന ടീംസ്. സിനിമാക്കാരുടെ ഇടയിലും അതിഭീകരമായി ലഹരി ഉപയോഗിക്കുന്ന നടിമാരുണ്ട്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നടിമാരുണ്ട്, ഇഷ്ടം പോലെ. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വേറൊരു പോയിന്റ്. ലഹരി ഉപയോഗിക്കുന്ന താരങ്ങളുടെ ലിസ്റ്റ് ആൻ്റണി പെരുമ്പാവൂൻ്റെ കയ്യിലുണ്ട്. ടിനി ടോം. ഞാൻ എഗെയിൻ എല്ലാ കോണ്ടൻറ്റിനകത്തും ഇതെടുത്ത് വെക്കാൻ കാരണം ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സിനിമയിലുള്ള ഒരു വ്യക്തി തന്നെ വന്ന് പബ്ലിക്കായിട്ട് പറയുകയാണ് ആൻ്റണി പെരുമ്പാവൂൻ്റെ ലിസ്റ്റ് എറിയുന്നുണ്ട്. ഞാൻ ടിനി ടോം ഇവിടെ മാത്രമല്ല കേട്ടോ, ടിനി ടോം ഒരുപാട് സ്ഥലങ്ങളിൽ ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഹിം. അതിനൊരു അപ്രീസിയേഷൻ ടിനി ടോമിന് കൊടുത്തേ പറ്റൂ. ടിനി ടോം ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. ബിക്കോസ് ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇതിൻ്റെ ലഹരിയുടെ അടിമകളാണ് എന്നുള്ളത് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് വിളിച്ച് പറയാനുള്ള ധൈര്യം കാണിക്കുന്നത്. ദാറ്റ്സ് റിയലി ഗുഡ്. ബട്ട് അത് പറയുമ്പോഴും ഈ പറഞ്ഞ ലിസ്റ്റ് കയ്യിലുണ്ടായിട്ടും ഇവിടുത്തെ നിയമം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ബിക്കോസ് സിനിമ സെലിബ്രിറ്റി അല്ലേ? എന്താണെങ്കിൽ ഈ കേസിലോട്ട് പോവാം. നമുക്ക് ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്താ പറയണേ നോക്കാം. 2 നടിമാർക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന ലഹരിയല്ലേ, ഏതാ നടിമാർ നമുക്കൊന്ന് അറിയണമല്ലോ. 110 ഗ്രാമാണ് എക്സാക്ട്ലി കിട്ടിയിരിക്കുന്നത്. ഇത് പ്രാഥമികമായിട്ട് ഇതിനകത്തൊരു പ്രതി, കൊണ്ടുവന്ന പ്രതി മുഹമ്മദ് ഷബീബ്, അയാൾ കസ്റ്റഡിയിലാണ്. കൂടുതലായിട്ട് ഇനി സോഴ്സിലേക്കും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ആംഗിളിലുള്ളതും കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അതടക്കമുള്ള അന്വേഷണം ഇപ്പോഴും ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു മേജർ ക്വാണ്ടിറ്റി ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട്. ഇത്തരത്തിലുള്ള മൊഴികളുണ്ട്, ചില ഈ ആംഗിളിലുള്ള മൊഴികൾ നമ്മുടെ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ അതിലൊരു റിവലേഷനിലേക്ക് പോകാനുള്ളൊരു പോയിന്റ് ആയിട്ടില്ല. ഓക്കെ, അന്വേഷണം എന്താണെങ്കിലും മുന്നോട്ട് പോട്ടെ. ന്യൂ ഇയറും കാര്യങ്ങളൊക്കെയാണ്. സോ ഇത് പുറത്തു നിന്ന് വരുന്നു, വിദേശ രാജ്യത്ത് നിന്ന് എയർപോർട്ടിൽ കൊണ്ടുവന്ന് അത് വേറൊരാൾക്ക് കൊടുത്ത് അയാളത് നടിമാർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ നടിമാർ അതുകൊണ്ട് ഗോവയിൽ പോയാലോ? ഗോവ പാർട്ടി, ഗോവ ബൈ റോഡ്, ഗോവ ചാൻസ് ഇല്ലേ? ചാൻസ് ഉണ്ട്. നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയറിലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് പറയാൻ എനിക്ക് താല്പര്യമില്ല. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നത് പോലീസ് അന്വേഷിക്കട്ടെ. കാരണം നടിമാരാരൊക്കെയാന്നുള്ളത് പോലീസുകാരനെ കണ്ടുപിടിച്ച് പറയട്ടെ. ഞാൻ ഒരു വട്ടം ഒരു കോണ്ടൻറ്റ് ചെയ്ത സമയത്ത് ഇതേമാതിരി സിനിമ ഫീൽഡിൽ ലഹരിയെക്കുറിച്ച് വീഡിയോ ചെയ്ത സമയത്ത് അതിനകത്ത് കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. സിനിമയിലെ പ്രമുഖ നടന്മാരും നടിമാരും പ്രമുഖ ടെക്നീഷ്യൻസൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമാ സെറ്റുകളിൽ ഈ സിനിമാ മോഹമായിട്ട് നടക്കുന്ന ഒരുപാട് ചെറിയ ടെക്നീഷ്യൻസ് കാണൂലേ, ലൈറ്റ് ബോയ്സ് ഉണ്ടാവും, ചായ കൊണ്ടുവന്ന് തരുന്നവരുണ്ടാവും, ഡ്രൈവേഴ്സായിട്ട് വരുന്നവരുണ്ടാവും. ഇവർ യൂസ് ചെയ്യും. ഇതൊരു ഭയങ്കര ലെവലായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഏറ്റവും ടോപ്പ് ടയറിലാണ് ഒരു നടനോ നടിയോ ഒരു ടോപ്പ് ടെക്നീഷ്യനോ ഉണ്ടാവുക, ഒരു ഡയറക്ടറോ ആരെങ്കിലും. ഏറ്റവും ടോപ്പ് ആൾ മുകളിൽ തന്നെ ചെയ്യും. അയാളിത് ബൈപ്പാസ് ചെയ്തിട്ട് ബ്രാഞ്ച് പോലെ
മറ്റേ മണി ചെയിൻ തട്ടിപ്പ് പോലത്തെ പരിപാടി. ബ്രാഞ്ച് പോലെ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കും. അസോസിയേറ്റിന് കൊടുക്കും, BROക്ക് കൊടുക്കും, പിന്നെ അവിടെ നിന്ന് താഴെ കൊടുക്കും. ഏറ്റവും താഴെ വന്ന് പെടാൻ പോണത് ഈ പറഞ്ഞ ലൈറ്റ് ബോയോ, ചായ കൊടുക്കുന്ന ഒരാളോ, ക്യാരവൻ ക്ലീൻ ചെയ്യാൻ വരുന്ന ഒരാളോ, അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് അസിസ്റ്റൻ്റ്, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആവും ഇതിൽ പെടാൻ പോണത്. എന്നാൽ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ഇതിൽ വല്ല ആക്ഷൻ എടുക്കും. ഇവർക്ക് അറിയാനും ചാൻസ് ഇല്ല. കാരണം ഇതിങ്ങനെ ചെയിനായിട്ട് ഡയറക്റ്റായിട്ട് ആരും എന്ത് ചെയ്യില്ല, ഇൻവോൾവ് ചെയ്യുന്നത് കുറവാണ്. അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഉള്ളവരുണ്ട്, അവരത്രയും ഈ പറഞ്ഞ മാതിരി ട്രസ്റ്റ് ഏറ്റവും കൂടുതൽ മനുഷ്യന് വിശ്വാസം ഇപ്പോൾ ഈ ഇതിൻ്റെ മുകളിലാണ്. ലഹരിയിലും വെള്ളത്തിൻ്റെയും മുകളിലൊക്കെയാണ് വേറൊരാൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഞാനിവിടെ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, ഓഡിയോ വോയിസ് ഞാൻ മാറ്റിയിട്ടുണ്ട്, എന്നാലും ഞാൻ പ്ലേ ചെയ്യാം, നിങ്ങൾക്ക് കാര്യം കേട്ടാൽ മനസ്സിലാവുമല്ലോ. സായിബ്രോ, ഇത് സിനിമാ സെറ്റില് ഇപ്പൊ അവിടുത്തെ ആർട്ടിസ്റ്റുകൾക്കും ഈ മുൻതിര ആൾക്കാരല്ല, അല്ലാത്ത ചെറിയ ആൾക്കാരാകുമ്പോഴത്തേക്കും അവർക്ക് ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റണ ഈ സെറ്റിലുള്ള ബോയ്സ് അല്ലെങ്കിൽ യൂണിറ്റിലെ ആൾക്കാര്, അങ്ങനെയുള്ള ആൾക്കാരാണ് മെയിൻലി ഇത് കൊണ്ടൊന്ന് കൊടുക്കണം. അതില് എന്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തതില് ഒരു യൂണിറ്റിലുള്ള ഒരു പയ്യനെ പിടിച്ചപ്പോഴത്തേക്കും മേലിലേക്കുള്ള ആൾക്കാരും അതിൽ പിടിക്കപ്പെടൂല, അവൻ മാത്രം അതിൽ പിടിക്കപ്പെടും. പിന്നെ അവനെല്ലാരും കൂടി ചേർന്ന് എല്ലാം അത് അവന്റെ തലയിലിട്ടുള്ളൂ. പിന്നെ ഈ കുറച്ചു നാളിന് മുമ്പ് ഈ പരീക്കുട്ടി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ പോലീസ് ഈ ഡ്രഗ് കേസിന് പിടിച്ചല്ല. ഈ പരീക്കുട്ടീന്റെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ എല്ലാം എടുത്ത് നോക്കിക്കാൻ അറിയാൻ പറ്റും. പരീക്കുട്ടി ആരുടെ കൂടെ കമ്പനി അടിക്കണ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു നടന്റെ കൂടെ പരീക്കുട്ടി നടക്കണതും ആ നടന്റെ ഇന്റർവ്യൂസും കാര്യങ്ങളും പലതും നമ്മുടെ പല യൂട്യൂബ് ചാനലിലും വന്നിട്ടുണ്ട്. അതിൽ ആ നടൻ ലഹരിയാണെന്ന് പൊതുസമൂഹം തന്നെ പറയുന്നുണ്ട്. ആ നടനെ വെച്ച ഗണിയിലായിരിക്കും ഇവൻ പോയി പെട്ടത്. ഇവർക്കെതിരെ ഇവര് വെണ്ണല ഇതിന്റെ അപ്പുറത്തൊരു ഭാഗത്ത് വീടൊക്കെ എടുത്തിട്ട് അവിടെ ഈ സെക്സ് അല്ല, ഡ്രഗ്സ് ആണെങ്കിലും സെക്സ് ആണെങ്കിലും എല്ലാം പെൺപിള്ളേരും എല്ലാവരും അവിടെ വന്നുകൊണ്ട് എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ സിനിമയിലെ നടിമാരെല്ലാവരും എല്ലാവരും യൂസ് ചെയ്യണമെന്നാണ് പറയില്ല, ഒരു 70% ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. മലയാളത്തിലൊരു പ്രശസ്ത നടിയുണ്ട്, അതിന്റെ ഭർത്താവ് ഡയറക്ടറും കാര്യങ്ങളൊക്കെയാണ്. തമിഴിലൊരു സിംഗറായിട്ടുള്ള സുചിത്ര എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവരിങ്ങനെ ഗേൾസ് പാർട്ടി ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവര് ഭയങ്കര ഹാങ് ഔട്ട് ആണ്. അതിന് തെളിവായിട്ട് ഇവർക്ക് പണ്ട് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ അടുത്തായിട്ട് തന്നെ വേറൊരു കഫ്റ്റീരിയ ബൂസിങ് അങ്ങനത്തെ പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ചൊന്നും ആരും ഇവിടെ പറഞ്ഞു കേട്ടിട്ട്. ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും എല്ലാം അറിയാം, സ്ഥലങ്ങൾ വരെ അറിയാടേ. സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നൊരു കഫറ്റേരിയ, ഇപ്പം അതെന്തോ വേറെന്തോ ആണ്, എന്താണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിഭീകരനായി, നമ്മൾ ഗ്രഡ്ജ് വെച്ച് പറയുന്നവനായി, അങ്ങനെയൊക്കെയാണല്ലോ നമ്മളെ പറയുന്നത്. വെണ്ണല ഭാഗത്തുള്ള അപ്പാർട്ട്മെൻ്റ് ഏതാ, അതിലെന്താ നടക്കണേ, ആരൊക്കെ വന്നു പോകുന്നുണ്ട്, എന്താണ് അവിടുത്തെ സംഭവം എന്നുള്ളതൊക്കെ ഇവിടുത്തെ എക്സൈസിനും പോലീസിനും ഒന്നും അറിയാനായിട്ടൊന്നുമില്ലടി. അവർക്ക് കൃത്യമായ ഇൻഫർമേഷൻസൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. എന്നാലും സിനിമാക്കാർക്ക് കിട്ടുന്നതായിട്ടുള്ളൊരു പ്രിവിലേജ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ തടുകി വിടുന്നതും. ഓക്കെ, ഇനി നമുക്ക് മറ്റേ ടിനി ടോം പറഞ്ഞ കാര്യം കൂടി ഒന്ന് നോക്കാം. സിനിമയിൽ മാത്രം എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ സിനിമയിലുള്ള സംഭവങ്ങൾ തന്നെ ഈ പോലീസുകാർ മണ്ടന്മാരെന്നല്ല, അവരതിലൊക്കെ ഫുൾ ലിസ്റ്റ് ഉണ്ട്. ആൻ്റണി പെരുമ്പാവൂർ, അതിൽ ലാലേട്ടൻ്റെ ഒലങ്കയ്യറിൽ ആൻ്റണി പെരുമ്പാവൂർ പോലീസ് കൊടുത്ത ഇൻഫർമേഷൻ ഉണ്ട്. ഏത് നിമിഷം ഏത് സമയം കോമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമായിരിക്കും. അവരിൽ ഫുൾ ലിസ്റ്റ് ഉണ്ട് ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അവർക്കെന്ത് ഇൻഫർമേഷൻ കിട്ടാണ്ട് ഇങ്ങനെ മായാലോകത്ത് ജീവിക്കുന്നൊന്നുമല്ല, അവർക്ക് എല്ലാ ഇൻഫർമേഷൻസ് ഉണ്ട്. ഒരാളെ പിടിച്ചാൽ കംപ്ലീറ്റ് പേരുടെ പേരും കിട്ടും. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ ഒരു സ്വാതന്ത്ര്യം, കലാകാരന്മാരോടുള്ള ഇഷ്ടവും നമ്മുടെ ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ പിന്നെ ലൊക്കേഷനിലൊക്കെ കംപ്ലീറ്റ് റെയ്ഡ് മാത്രമായിരിക്കും. നമുക്കൊന്നും ഒരിക്കലും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതില്ല, സിനിമാ മേഖലയിൽ മയക്കരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഏറ്റവും വലിയ നുണയായിരിക്കും. എപ്പടേ ഇതൊന്നും അല്ല കേട്ടോ. ടിനി ടോം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയുമായിരിക്കും അങ്ങനെ, കാരണം അങ്ങനെ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പറയുന്നത്. ഇപ്പം ഈ 2 നടിമാർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ ലഹരി, ഇതിൽ ഈ 2 നടിമാരാരാന്നുള്ളത് പുറത്ത് വരുന്നുള്ളതിൽ എനിക്കൊരു ഉറപ്പില്ലേ. പുറത്ത് വന്നാൽ തന്നെ ചിലപ്പോൾ ഡമ്മി നടിമാർ വരുമായിരിക്കും. ഒറിജിനൽ നടിമാർ വരാനൊക്കെ വളരെ ചാൻസ് ആവും. ലാസ്റ്റ് പുറത്ത് വരുമ്പോഴത്തേക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 1-2 പടത്തിലൊക്കെ മുഖം കാണിച്ച ആരെങ്കിലുമൊക്കെ വരാനേ ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ഇത് ഒറിജിനലി ആർക്ക് വേണ്ടി കൊണ്ടുവന്നോ അവരുടെ ഒന്നും മുഖവും പേരൊന്നും പുറത്ത് വരുന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പില്ല. കാരണം ആ പേരുകളും മുഖങ്ങളും പുറത്ത് വന്നു കഴിഞ്ഞാൽ പോലീസായിരിക്കും.
സിനിമയിലുള്ള ബാക്കി നടന്മാർക്കും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും ഒക്കെ അതിന് വലിയ പണി അവർ വയ്ക്കും. അതൊരു സീനാണ്. അപ്പോൾ എന്താണെങ്കിലും ബാക്കി ആ ന്യൂസ് ഒന്ന് നോക്കാം. ഇന്നലെ പിടിച്ച ആ ഒരു ലഹരി വേട്ടയെക്കുറിച്ചുള്ള ന്യൂസ് നമുക്കൊന്ന് നോക്കാം. ഒരു നിർണായകമായൊരു കേസായി ഇപ്പോൾ വാഴക്കാട്ട് ലഹരി കേസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി 9:45 ഈ വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോഴിക്കോട് ജില്ലയുടെ അതിർത്തി കൂടിയായിട്ടുള്ള അഴിഞ്ഞിലത്തെ കടവ് ഹോട്ടലിലെ പാർക്കിംഗ് റോഡിൽ വെച്ചും 510 ഗ്രാം MDMA മറ്റ് ഷബീബിനെ പിടികൂടുന്നത്. ഈ ഷബീബിനെ ഇപ്പോൾ കൊണ്ടോട്ടി DYSP സേതുവിൻ്റെയും അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ചോദ്യം ചെയ്തു വരികയാണ്. നമ്മൾ ഈ വാഴക്കാട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ കറുത്ത സ്വിഫ്റ്റ് കാർ, ഈ കറുത്ത സ്വിഫ്റ്റ് കാറിലായിരുന്നു പ്രതിയായിരുന്ന ഷബീബ് ഈ 510 ഗ്രാം MDMAയുമായി അവിടെ കാത്തു നിന്നിരുന്നത്. ഷബീബ് നൽകിയ മൊഴി അനുസരിച്ച് ഇപ്പോൾ 2 സിനിമാ നടിമാർക്ക് വേണ്ടിയാണ് ഈ ലഹരി 510 ഗ്രാം MDMA എത്തിച്ചതെന്നാണ് ഇപ്പോൾ ഷബീബ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയിരിക്കുന്നത്. ഇവിടെ നിന്നും കോഴിക്കോട് നിന്നും പിന്നീട് ഈ MDMA കൊച്ചിയിലേക്ക് എത്തിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. ഇന്നലെ രാവിലെയാണ് ഈ MDMA ഒമാനിൽ നിന്നും ഇത്തരത്തിൽ ഇവിടേക്ക് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അത് കരിപ്പൂർ എയർപോർട്ട് വഴിയായിരുന്നു കേരളത്തിലേക്ക് എത്തിച്ചത്. ചെമ്മാട് സ്വദേശിയായിട്ടുള്ള ഒരു കരിയർ അബൂ താഹിർ എന്നയാളുടെ പക്കൽ വഴി ഈ ഷബീബിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരമാണ് ഈ MDMA ഇവിടേക്ക് എത്തിക്കുന്നത്. പിന്നീട് ഈ MDMA അയാളിൽ നിന്നും കൈപ്പറ്റിയ ശേഷം ഷബീബ് തന്നെ ഇത്തരത്തിൽ ഇത് കൈമാറുന്നതിന് വേണ്ടി ഈ റാവിസ് ഹോട്ടലിൻ്റെ മുമ്പിലേക്ക് കടവ് റിസോർട്ടിൻ്റെ മുമ്പിലേക്ക് എത്തുകയായിരുന്നു. അവിടെ വെച്ച് വൈകുന്നേരം 5:30 ഷബീബ് അവിടെ എത്തുന്നത്. 5:30 മുതൽ തന്നെ ഈ നടിമാർക്ക് വേണ്ടി ഷബീബ് അവിടെ കാത്തു നിൽക്കുകയും ചെയ്തു. ഷബീബിന് പറയുന്നതനുസരിച്ച് 2 നടിമാർ എത്തി ഷബീബിൻ്റെ പക്കൽ നിന്നും ഇത് വാങ്ങും എന്നുള്ളത് മാത്രമാണ് അറിയിച്ചത്. അതുമായി ബന്ധപ്പെട്ട പേര് വിവരങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്ത് വിട്ടിട്ടില്ല. 2 നടിമാർക്ക് വേണ്ടിയാണ് ഇത് എത്തിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഷബീബ് കൃത്യമായി നൽകിയിരിക്കുന്ന മൊഴി. കടവ് റാവിസ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മലപ്പുറം കോഴിക്കോടൊക്കെ ഉള്ളവർക്ക് അറിയുന്ന ഒരു ഹോട്ടലാണ്. ഓക്കെ, റിസോർട്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ അത് പുറത്ത് വരുമ്പോൾ ഇതിൻ്റെ പേര് കാണില്ല, കടവ് റാവിസ് ഒന്നും കാണില്ല. കാരണം ഇതിൻ്റെ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ്, ലക്ഷറി പ്രോപ്പർട്ടിയാണ്. സോ അതിനകത്ത് പാർക്കിങ്ങിനകത്ത് ആരെങ്കിലും കയറി കാർ ഇട്ടാലൊന്നും അങ്ങനെ, പിന്നെ സാധാരണക്കാർക്ക് എന്തായാലും ആക്സസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ പിന്നെ അത് സേഫ് സ്ഥലമാണ് ഇങ്ങനെ ഉള്ള പ്രവർത്തികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന അപ്പർ ക്ലാസ് ലിവിങ് ഉള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾ മാത്രമാണ് അവിടെ പോയി വരാറ്. പൊളിറ്റീഷ്യൻസ്, മതനേതാക്കന്മാർ, സിനിമാക്കാർ, അങ്ങനെയുള്ളവർ, ബിസിനസ് മാഗ്നറ്റ്സ്, കാന്തങ്ങൾ, അങ്ങനെയുള്ളവരൊക്കെയാണ് അവിടെ സ്റ്റേ ചെയ്തിട്ട് പോയി വരാറ്. സോ അവിടെയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെക്കിങ്ങും കാര്യങ്ങളും വരുമോ, ഇത് ആര് ഒറ്റി കൊടുത്തു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. ആരുടെ പോട്ട് കൊടുത്തത്? അതോ ഇനി ഇത്രയും ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ പിടിച്ചോ, ബാക്കി കൊച്ചിക്കും ഗോവയ്ക്കും എത്താന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്തതാണോ എന്നുള്ളതും അറിയില്ല. ഇത് കൊച്ചിയിലെത്തുമോ അതോ ഗോവയ്ക്ക് പോകേണ്ട സാധനമായിരുന്നോ? ഇവർ എന്താ പറയുക, സിനിമാക്കാരായതുകൊണ്ട് ന്യൂസുകാരിഞ്ഞ് മാറി കൊച്ചി എന്ന് പറഞ്ഞാണോ എന്നറിയില്ല. എന്താണെങ്കിലും ന്യൂ ഇയറിന് നടക്കുന്ന പാർട്ടികളിൽ ഈ പറഞ്ഞ പോലെ ഒഴുകൂടി പല പബ്ബുകളും ഇപ്പോൾ ഭയങ്കര ആക്റ്റീവാണ്. ഈ പബ്ബുകളാണെങ്കിലും വെള്ളാടി ആണെങ്കിലും ദാറ്റ്സ് എവറിതിങ്. അതൊക്കെ പോട്ട്, അതൊക്കെ ലൈസൻസുള്ള പബ്ബുകൾ, സർക്കാർ വിൽക്കുന്ന മദ്യം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ലഹരി ഈസ് ലൈക്ക് ഒരിക്കലും നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. ആൻഡ് അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ സർക്കാരും പോലീസും നടത്തിയേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കാലാകാലം കേട്ടുകൊണ്ടിരിക്കുന്ന ചീത്തപ്പേര് കേൾക്കുന്ന വേണ്ടി വരും. ഈ പറഞ്ഞ സിനിമാക്കാർക്കും രാഷ്ട്രീയക്കാർക്കും ചമച്ചാ പണിയെടുക്കലാണോ കാക്കി എന്ന് നാട്ടുകാർ പോലീസിനോട് ചോദിക്കും. സിനിമാ ലോകവുമായി തന്നെ ഇത് ബന്ധപ്പെട്ട കേസ് അന്വേഷണം പുരോഗമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ 2 നടിമാർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഷബീബ് നൽകിയിരിക്കുന്ന മൊഴി. ആ 2 നടിമാരുടെ പേര് വിവരങ്ങൾ ഷബീബ് ഇപ്പോൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ DYSPയുടെ നേതൃത്വത്തിൽ ഷബീബിനെ ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും അത്തരത്തിൽ വിവരങ്ങൾ ലഭിക്കുക. ഈ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ പരമാവധി പോലീസ് ജാഗ്രത പുലർത്തുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഇത് ആരിലേക്കൊക്കെ എത്തും എന്നുള്ളത് തന്നെയാണ് പോലീസിന് മുന്നിലുമുള്ള സംശയം. കാരണം നേരത്തെ തന്നെ കൊച്ചി കേന്ദ്രീകരിച്ച്, എറണാകുളം കേന്ദ്രീകരിച്ച് ഇത് വലിയ വിവാദത്തിലേക്ക്, സിനിമ സൈറ്റുകളിലെ ലഹരി ഇടപാടുകളടക്കം വലിയ വിവാദത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഈ 510 ഗ്രാം MDMAയും ഈ കടവ് റിസോർട്ടിൽ നിന്ന് കൈപ്പറ്റിയ ശേഷം അത് കൊച്ചിയിലേക്ക് എത്തിക്കാനായിരുന്നു പദ്ധതി എന്നാണ് ഇപ്പോൾ ഈ പ്രതി നൽകിയിരിക്കുന്ന മൊഴി. ഷബീബ് അല്ല ഇതിൽ കരിയർ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം. ഷബീബിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരമായിരുന്നു കാളികാവ് സ്വദേശിയായിട്ട് മുഹമ്മദ് ഷബീബിനെ മുമ്പ് ഒരു ലഹരി കേസിൽ പ്രതിയായി പിടികൂടിയിട്ടില്ല എങ്കിൽ പോലും ഷബീബിൻ്റെ നിർദ്ദേശ
നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരത്തിൽ ഈ ലഹരി എത്തിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഒമാനിൽ നിന്നും മറ്റൊരാളിൽ നിന്ന് വാങ്ങി കരിയറായി പ്രവർത്തിച്ചത് ചെമ്മാട് സ്വദേശിയായിട്ടുള്ള അബു താഹിർ എന്നൊരാളാണ് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അയാൾ വഴി ഈ കരിയർ ചെമ്മാട്ട് വീട്ടിലേക്ക് പോയി അവിടെ നിന്നും കരിയറിൽ നിന്നും ഷബീബ് തന്നെയാണ് ഇത് ഏറ്റുവാങ്ങുന്നത്. പിന്നീട് 510 ഗ്രാം MDMA തൻ്റെ സ്വിഫ്റ്റ് കാറിൽ നേരെ ജില്ലാ അതിർത്തിയായിട്ടുള്ള സെലിബ്രിറ്റികളടക്കം പ്രമുഖ സിനിമാ താരങ്ങളടക്കം രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും എല്ലാവരും ഒരുപോലെ ആളുകൾ താമസിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ കൂടിയാണ് ഈ കടവ് റിസോർട്ട് എന്ന് പറയുന്നത്. ആ റിസോർട്ടിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വൈകുന്നേരം 5:40 ഈ ഷബീബ് എത്തുന്നത്. അതെ, അങ്ങനെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തിയ ഷബീബ്. ഇനിയിപ്പോൾ ഈ ഷബീബ് മാത്രമായിരിക്കും, ഇതെല്ലാം നടിമാരുണ്ടെങ്കിൽ പോലും പേരൊന്നും പുറത്ത് വരാൻ പോകില്ല. നേരത്തെ ഇനി വന്നാൽ തന്നെ ഡമ്മികളാവും വരാൻ പോണത്. ഇനി അല്ല പേരഥവാ വന്നു എന്ന് വിചാരിച്ചോ, ഓൾറെഡി അവർ മുങ്ങിയിട്ടും ഉണ്ടാവും. അവർ അബ്സ്കോണ്ടിങ്, അവരെ കണ്ടു കിട്ടാൻ വളരെ പാടായിരിക്കും. ഇത് ആണല്ലോ അവിടുത്തെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംഗതി അവർ കാശ് മുടക്കി, എന്താ പറയുക, കാശ് ചിലവാക്കി പണിയെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്ത് വരുന്നതിന് മുമ്പ് ടിനി ടോമും പറയുന്നുണ്ട് ലിസ്റ്റ് ഉണ്ട് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ കയ്യിൽ. ഇതേപോലെ ഇൻസിഡൻസ് ഉണ്ടാകുന്ന സമയത്ത് 2 നടിമാർ, ഒരു നടി, നടനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ശ്രീനാഥ് ബാസി, അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ സ്ഥിരം പേരുകൾ, ആ പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലാത്ത പക്ഷം വേറെ ആരിലേക്കും ഒന്നിലേക്കും ഇതൊന്നും എത്താൻ പോകുന്നില്ല എന്നാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. ഓക്കെ, നമുക്കും പറയാൻ പറ്റില്ല, നമുക്ക് മീൻസ് ഇനിയും പറയാൻ പറ്റില്ല, അറിയുന്നവർക്കും പറയാൻ പറ്റില്ല. എങ്ങനെ പറയാൻ പറ്റും? പറഞ്ഞു കഴിഞ്ഞില്ലേ മക്കളെ. നമ്മൾ വായന എന്തെങ്കിലും ചാടാൻ നിൽക്കില്ല. നമ്മളാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലൻ, പ്രത്യേകിച്ച് ഞാനുള്ള ഏറ്റവും വലിയ വില്ലൻ. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പേര് നോക്കാലോ അടിമാരത്, കണ്ടെത്തു നോക്കാമല്ലോ പോലീസ്. ഇതുവരെ എത്തിയില്ലോ, പേര് പറഞ്ഞു കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. വരുമോ നോക്കാം. എന്താണെങ്കിലും ഒരു കാര്യമുണ്ട്, പ്രമുഖ ആക്ടേഴ്സ് 2 നടന്മാർന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നേരം കൊണ്ട് ചിലപ്പോൾ ജഡ്ഡിപ്പുറത്തിരിക്കണ ഫോട്ടോ വന്നിരുന്നു. അത് സ്ഥിരം ലിസ്റ്റിലുള്ളവർക്കാണെങ്കിൽ ഉറപ്പാണ് പിടിച്ചലക്കെങ്കിലും വെച്ചിട്ടുണ്ടാവും. നടിമാരായതുകൊണ്ട് ഞാൻ ഒരു തരത്തിലും തോന്നുന്നില്ല. ഗോവ എൻ റൂട്ട് എങ്ങനെ കൊച്ചിയായി എന്നാണ് ആലോചിക്കുന്നത്. ഗോവയെ പോകേണ്ടതായിരുന്നല്ലോ, പിന്നെ കൊച്ചി എത്തിയേ. ഈ എവിടെയോ ചാനലുകാർക്ക് സിനിമ എന്ന് പറയുമ്പോൾ കൊച്ചിക്കാണ് പോകുന്നത്. ന്യൂ ഇയർ പാർട്ടി ഗോവയിലും ഹാപ്പനിങ് ആണ്.